ഹലോ. അപ്പോൾ എല്ലാവർക്കും കാനഡ ഡേയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറേ നാളിന് ശേഷമാണ് വീണ്ടും ഒരു നഴ്സിംഗ് റിലേറ്റഡ് ലെങ്തി വീഡിയോ ഇടുന്നത്. ശരിക്കും ഇന്നത്തെ ദിവസം തന്നെ ഞാൻ 2-3 തവണ ട്രൈ ചെയ്തു ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ജൊഹാൻ സമ്മതിക്കുന്നില്ല. ഞാൻ എടുക്കുമ്പോൾ അവനും വേണം, പിന്നെ അവനും ഹായ് പറയണം, ബഹളമാണ്. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ അവരെ രണ്ടുപേരും റൂമിൽ കൂട്ടിയിട്ട് താഴെ വന്ന് ഹോളിൽ വന്നിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നോക്കുന്നത്. കഴിഞ്ഞ തവണ ഇതുപോലെ ഞാനൊരു ട്രയൽ നടത്തിയായിരുന്നു, പക്ഷേ സൗണ്ട് ഇല്ലായിരുന്നു. അപ്പം ഇത്തവണ പ്രോപ്പറായിട്ട് മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ എന്നെ അടുക്കുന്ന സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക കേട്ടോ. എൻ്റെ പേര് സീനു. ഞാൻ ഇവിടെ കാനഡയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ യൂട്യൂബ് ആക്ച്വലി തുടങ്ങിയത് 2021 അപ്പോൾ ഞാനിവിടെ കാനഡയിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ ഫസ്റ്റ് വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ കുറേ പേര് ഒത്തിരി പേര് അത് വാച്ച് ചെയ്തായിരുന്നു, കമൻസ് ഒക്കെ ഇട്ടായിരുന്നു, ഗുഡ് ലക്ക് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇപ്പം 22, ഇപ്പോൾ 26 ആയി. വർഷങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ഓൾമോസ്റ്റ് സെറ്റിൽഡ് എന്നല്ല, എന്നാലും ഒരു ട്രാക്കിലെത്തിയ പോലെ ഇങ്ങനെ നിൽക്കുന്നു. എന്താ പറയുക, എല്ലാവർക്കും താങ്ക്സ്, ദൈവത്തിന് ആദ്യം നന്ദി. അപ്പോൾ അതുപോലെ എന്നെ പോലെ സ്ട്രഗിൾ ചെയ്ത്, അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്ക് വരണോ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ടാവും അല്ലേ. ചിലരൊക്കെ സ്റ്റുഡൻറ്റ് വിസയിൽ വരണോ, അല്ലെങ്കിൽ വർക്ക് വിസയിൽ വരണോ, എങ്ങനെയാണ് കാനഡയിൽ സെറ്റിൽ ആവണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരും അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ആയിരിക്കും. ഈവൻ ഞാൻ വീഡിയോസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും പഴയ വീഡിയോസിനൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ആയിട്ട് മനസ്സിലായി. ഞാനിങ്ങനെ ചുമ്മാ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ പിന്നെ ഓരോ കമൻസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും ഞാനിത് എൻ്റെ ഈ വ്ളോഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു ഇൻകം പർപ്പസിന് വേണ്ടി ആയിരുന്നില്ല. ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിനും താഴെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമായിരുന്നു അറിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഒരു ജെന്യുവനായിട്ട് നമുക്ക് റിപ്ലൈ തരും, ആ ഒരു ഹോപ്പിൽ നമ്മൾ കമൻറ്റ് ചെയ്യും, ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി. കാരണം നമ്മൾ ഏജൻസിക്കാർ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ഒരു പേഴ്സണലി എത്തിയ ഒരാൾ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റിലയബിൾ ആണല്ലോ. അപ്പം ആ ഒരു അങ്ങനെ എന്നെ കൊണ്ടും മറ്റുള്ളവർക്ക് അങ്ങനെ എന്തെങ്കിലും കുറച്ച് റിപ്ലൈ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും, ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുന്നതൊക്കെ. ഞാൻ അത്ര ട്രെയിൻഡ്, എന്താ പറയുക, പ്രൊഫഷണലി ട്രെയിൻഡ് അല്ലെങ്കിൽ അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക, അങ്ങനെ ടോക്ക് ചെയ്യാൻ പറ്റിയ ആളൊന്നും അല്ല. എനിക്ക് നോർമലി സംസാരിക്കുമ്പോൾ തന്നെ ഇച്ചിരി കൊഞ്ഞൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ മാക്സിമം എന്താ പറയുക ഒരു പ്രൊഫഷണൽ വേയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു. പിന്നെ NCLEX എക്സാം എഴുതി. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് PR ഇൻവിറ്റേഷൻ കിട്ടിയായിരുന്നു. ഞാൻ എക്സ്പ്രസ് എൻട്രിയിലാണ്, പിന്നെ ഹസ്ബൻഡ് ഇവിടെയായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ ലേറ്റായി. ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ വന്നെങ്കിലും കോവിഡ് ആയതുകൊണ്ട് PR പ്രോസസ്സിങ് കാര്യങ്ങൾ ഒത്തിരി സമയം എടുത്തിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ തീരുമാനിച്ചത്. ഇപ്പം ഞങ്ങൾ PR റിന്യൂ ചെയ്തു. ആക്ച്വലി ഇവിടെ 5 years ആണല്ലോ PR നമുക്കുള്ളത്. അപ്പോൾ PR റിന്യൂ ചെയ്തു. സിറ്റിസൺഷിപ്പ് എടുത്തില്ല ഇതുവരെ, പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെയൊക്കെ പോകുന്നു. ഞാൻ ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പം ഹോസ്പിറ്റലിലൊരു ഫ്ലോറിലായിരുന്നു വർക്ക് ചെയ്തത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഇന്ത്യയിലും ICUലായിരുന്നു, പിന്നെ ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെയും ICUലായിരുന്നു, കാർഡിയാക് സർജറിയിലായിരുന്നു. പക്ഷേ ഇവിടെ ബേസിക്കലി നമ്മൾ വന്നപ്പോൾ ഞാൻ എൻക്വയറി ചെയ്തപ്പോൾ പറഞ്ഞത് നമുക്കൊന്നെങ്കിൽ ഇവിടെ ICU എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ഇവിടെ 2 year കോൺട്രാക്റ്റിലൊക്കെ ചില ഹോസ്പിറ്റലുകൾ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് തരും, അവർ നമുക്ക് ട്രെയിനിങ് തരും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ പിന്നെ ഞാൻ അവിടുന്ന് മൂവ് ചെയ്തപ്പം ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡിയാക് ICUയിൽ തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ എക്സ്പീരിയൻസ്, കനേഡിയൻ എക്സ്പീരിയൻസ് ചോദിച്ചില്ല. അതിന് പകരം എൻ്റെ മുന്നത്തെ നമ്മുടെ സൗദിയിലെ ഇന്ത്യയിലെ എക്സ്പീരിയൻസ് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഫൈനലി ഞാൻ പ്രൊഫഷണലി എൻ്റെ ആ ഒരു സെയിം ഫീൽഡിലേക്ക് വന്നു. ജോലി കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പോഴും ഓക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ലേണിംഗ്. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ, കംപ്ലീറ്റ് ആയിട്ട് ലേൺ ചെയ്തിട്ട് ഒരു ദിവസം ഇല്ലല്ലോ. ഒരു 100% കംഫർട്ട് സോൺ എന്ന് പറയാനായിട്ടില്ല, അങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നഴ്സിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫസ്റ്റ് ഇയർ ഞാൻ മുംബൈയിലായിരുന്നു. അപ്പോൾ അന്നൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 2 വർഷം കഴിയുമ്പോൾ ഓക്കെ ആവും, ഭയങ്കര കൂളായിട്ട് ജോലിക്ക് പോകാം എന്നുള്ളൊരു ഇതിലെത്തും എന്ന് വിചാരിച്ചു. പക്ഷേ ഇതുവരെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും എന്നാൽ അത്രയില്ല കേട്ടോ. എങ്കിലും നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചു, നമ്മൾ കുറേ സ്കില്ലൊക്കെ നമുക്കുണ്ട്, എങ്കിലും ജോലിക്ക് പോകുമ്പോൾ നമുക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ട്. ആ ഒരു ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നുവെച്ചാൽ ഇത് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വന്നിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാട്ടോ. ഞാൻ പേര് പറയുന്നില്ല, പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വേണ്ട, പറയണം, വേണ്ട. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അവൾക്ക് എന്നെ പോലെ സൗദിയിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ആൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നു. അപ്പോൾ നമ്മളെല്ലാവരെയും പോലെ തന്നെ നമ്മൾ അറ്റ് സം പോയിന്റ് നമ്മൾ വിചാരിക്കുമല്ലോ ഫാമിലിയായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി, കുറച്ചുകൂടെ നല്ലൊരിതിന് വേണ്ടി നമുക്ക് കുറച്ച് ഒന്നെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ എങ്ങോട്ടെങ്കിലും മാറാം, കാനഡ അങ്ങനെ USA ഏതെങ്കിലും ഓപ്ഷൻ നോക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ ആളിതുപോലെ ഏജൻസിനെ കോൺടാക്ട് ചെയ്തു. ഈ ഏജൻസിക്കാരെ എൻ്റെ പേര് ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, പക്ഷേ പേര് പറയുന്നില്ല. ഒരാളെന്നല്ല, പല ഏജൻസിക്കാരും. ഇപ്പം ഞാൻ സത്യസന്ധമായിട്ട് പറയുവാണ്, ഇപ്പം എന്താ പറയുക, ചിലപ്പോൾ ആൾക്കാർ പറയും ഞാൻ വന്നിവിടെ സെറ്റിലായി, അതുകൊണ്ട് ഞാൻ ജലസാണ്, ബാക്കി ആൾക്കാർ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിപ്പം അങ്ങനെ ആൾക്കാർ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എന്നാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്ത് എടുക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോഴത്തെ ഒരു ഇമിഗ്രേഷൻ സ്റ്റാറ്റസും നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഇവിടുത്തെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മാക്സിമം വെയിറ്റ് ചെയ്ത്
ലെക്സ് എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കാനഡയിലേക്ക് കയറി വരാൻ നോക്കുക. അത് ഞാൻ പറഞ്ഞു വരുന്നത് മാക്സിമം സ്റ്റുഡൻറ് വിസ ഒഴിവാക്കുക. ഇപ്പം നാട്ടിൽ നഴ്സിംഗ് പഠിച്ചവരാണെങ്കിൽ ഇതുപോലെ എക്സ്പ്രസ് എൻട്രി സ്കിൽഡ് കാറ്റഗറിയിൽ അങ്ങനെ വരാൻ നോക്കുക. സ്റ്റുഡൻറ് വിസ മാക്സിമം ഒഴിവാക്കുക. കാരണം ഇവിടെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുന്നേ കേട്ട ന്യൂസാണ്, ഒരുപാട് ലേ ഓഫ് വരുന്നുണ്ട്. അതായത് നഴ്സസിനെ പറഞ്ഞു വിടുന്നുണ്ട് ഒണ്ടാരിയം തന്നെ. മിക്ക ഹോസ്പിറ്റലുകളിലും ഷോർട്ടേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പല ഏരിയയിലും ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല. എനിക്കറിയില്ല, ഫണ്ടിങ് ഇഷ്യൂ ആയിരിക്കാം. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എൻക്വയറി ചെയ്യാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ ജോലി പോകുന്നുണ്ട്. പല പ്രൊവിൻസിലും അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം ചില പ്രൊവിൻസുകളിൽ മുന്നേ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അവർ ചെയ്യുമായിരുന്നല്ലോ. ഇപ്പം ന്യൂ ഫൗണ്ട്ലാൻഡ് അതുപോലെ ന്യൂ ബ്രൗൺസ്വിക്ക് അതുപോലത്തെ പ്രൊവിൻസുകളിലേക്ക് ഡയറക്റ്റ് വന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊക്കെ ഇന്റർവ്യൂ വെച്ചിട്ട്. അങ്ങനെ ഒരുപാട് കയറി വന്ന ആൾക്കാരെയും എനിക്കറിയാം കേട്ടോ. പക്ഷെ അതൊക്കെ ഇപ്പം കുറവാണ്. ഈവൻ ആ പ്രൊവിൻസുകളിലും ആൾക്കാർ നഴ്സസ് ഓൾറെഡി വെയിറ്റിംഗ് ആണ്. ഇത് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ ഇതുപോലെ ഇവിടെ വന്ന് PSW ഇതിൽ വന്നു, പിന്നെ ഇവിടെ RN ഇതായി കിട്ടി. ആ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവൾ തന്നെയാണ് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആ പ്രൊവിൻസുകളിലും ഇപ്പോൾ ആവശ്യത്തിന് നഴ്സസ് ഉണ്ട്, പക്ഷേ എന്താ പറയുക, അവർക്ക് ജോലി കിട്ടാൻ പ്രയാസമാണെന്ന്. അപ്പം എനിക്കിപ്പം ഇപ്പോഴും തോന്നുന്നു, പക്ഷെ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഏജൻസികൾ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് ഇപ്പോഴും ഇവിടെ ഷോർട്ടേജ് ആണ്, നഴ്സസിന് ഇപ്പോഴും ഒരുപാട് ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇപ്പോഴും എടുക്കും. ഈ ഒരു സിറ്റുവേഷൻ എപ്പോൾ വേണേലും മാറാം. കാരണം ഹോസ്പിറ്റലിൽ ആവശ്യമുണ്ട്, പക്ഷെ അവർ ആ ഒരു ഫണ്ടിങ് ചെയ്ത് വെച്ചിട്ട് അവർ തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഈ ഹയറിങ്. അപ്പം നമ്മളെ ഹയർ ചെയ്യാം, ഹോസ്പിറ്റലുകാർക്ക് ഫണ്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ഇതുപോലെ ഇന്റർവ്യൂസ് നടക്കും, ചിലപ്പോൾ ഒരു മാസ് ഹയറിങ് ഉണ്ടാകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാട്ടെന്ന് വെച്ചാൽ മാക്സിമം അന്വേഷിക്കുക. ഇതുപോലെ ഇപ്പോൾ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒപ്പീനിയൻ ചോദിക്കുക. എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നമ്മൾ ഏജൻസിക്കൊക്കെ കൊടുത്ത്, പിന്നെ ഇതുപോലെ ലോങ് വെയിറ്റിങ്, വീണ്ടും നമ്മളിവിടെ വന്ന് എല്ലാം നമ്മൾ സീറോയിലല്ലേ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സിലൂടെയൊക്കെ നമ്മൾ പോകണോ വേണ്ടയോ, നമുക്ക് ഓൾട്ടർനേറ്റീവ് ബെസ്റ്റ് ഓപ്ഷൻ വേറെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ പല ചോയ്സുകളും നമ്മൾ കമ്പയർ ചെയ്യുക. കാരണം ഓരോരുത്തരുടെ ഒരു സിറ്റുവേഷൻ, ഫാമിലി സിറ്റുവേഷൻ, എന്താ പറയുക, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ഇതെല്ലാം ഡിഫറെൻ്റ് അല്ലേ. അപ്പം നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ചിലപ്പം ഇപ്പം ഒത്തിരി ചെറുപ്പം പിള്ളേർ, ഇപ്പോൾ പഠിച്ചിറങ്ങിയ പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഇപ്പം മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ വേറെ ഗൾഫ് കൺട്രീസിലോ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയി നമുക്ക് കുറച്ച് ഏണിങ്സ് ഒക്കെ ആക്കാം. ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കും. കാരണം എന്നിട്ട് നമുക്ക് നമ്മുടേതായ കുറച്ച് ഏണിങ്സ് കൈ വെച്ചിട്ട് ഇവിടെ വരാം. അതൊരു നല്ല ഓപ്ഷനാണ്. കാരണം അപ്പം നമുക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിൽ നമ്മളിവിടെ ആവത്തില്ല. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് സെറ്റിൽ ആകാനും പറ്റും. നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളപ്പം ആൾക്കാർ നമ്മളെ ഹയർ ചെയ്യുകയും ചെയ്യും. അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്, അത് എന്താ പറയുക, നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർ ട്രെയിനിങ് ഓറിയന്റേഷൻ ഒക്കെ തരും. അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആകും. അപ്പം നമ്മൾ കുറച്ച് വൈസായിട്ട് ഡിസിഷൻ എടുക്കുക. ഇപ്പം എന്താ പറയുക, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പിക്ചറുകളും പോസ്റ്റിങ്ങും കണ്ട് നമ്മളൊന്നും സെലക്ട് ചെയ്യാതിരിക്കുക. എന്ന് വെച്ച് ഞാൻ ഈ പറയുന്നത് നെഗറ്റീവായിട്ടല്ല. ഞാനിവിടെ വന്നതിൽ ഒത്തിരി ബ്ലെസ്ഡ് ആണ്, ഹാപ്പിയാണ്. ഇപ്പം ഇവിടുന്ന് നഴ്സിംഗ് ജോലി ഇട്ടിട്ട് വീണ്ടും എന്താ പറയുക, ഇപ്പം നാട്ടിൽ തിരിച്ചു വന്ന് നഴ്സിംഗ് ജോലി ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല. പക്ഷേ മിഡിൽ ഈസ്റ്റ് ഇപ്പോഴും ഓക്കെ കേട്ടോ. സാലറിയും പിന്നെ ആ ഒരു റെക്കഗ്നീഷൻ, ഇതൊക്കെ തന്നെയാണ് മെയിൻ ഇഷ്യൂ. അപ്പം ഞാൻ ഇവിടുത്തെ ഇതിനെ കുറ്റം പറയുമല്ല, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോൾ ആ ഒരു ഈ ഒരു ജോലിയിൽ വെച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം എന്താ പറയുക, അതിൻ്റെ എല്ലാ ഗ്രാറ്റിറ്റ്യൂഡും എനിക്കുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, വരാത്തവർ, കാരണം ആ സിറ്റുവേഷൻ മാറി ഓവർ ദ ഫ്യൂ ഇയേഴ്സ്. ഈ പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രമാറ്റിക് ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ഞാനൊന്ന് കട്ട് ചെയ്യുവാണ്, ഒരു കോൾ വരുന്നുണ്ട്. ഒരു സെക്കൻഡ്, വീഡിയോ കണ്ടിന്യൂ ചെയ്യൂട്ടോ. ഒരു ചെറിയൊരു ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞാൽ പോയത്. അപ്പം ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് 2-3 മണിക്കൂർ എടുത്തു. അപ്പോൾ ഇവിടെ സമയം രാത്രി 8:30 പിന്നെ ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ശരിക്കും ആക്ച്വലി ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറയുന്നല്ലോ, എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഓൾറെഡി ഒരു ഏജൻസിക്ക് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു എൻക്ലെക്സ് എഴുതാൻ പറഞ്ഞു. അപ്പോൾ എൻക്ലെക്സ് അവൾ ഓൾറെഡി ക്ലിയർ ചെയ്തു. അപ്പം വിചാരിച്ച് പെട്ടെന്ന് പ്രോസസ്സിംഗ് ഒക്കെ നടക്കും, കയറി വരാൻ പറ്റും. കാരണം നമ്മളിപ്പോഴും ഏജൻസിക്ക് രജിസ്ട്രേഷൻ ഫീ ഒക്കെ മാക്സിമം കംപ്ലീറ്റ് ഫസ്റ്റ് കൊടുത്തിട്ടാണല്ലോ അവർ നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം എൻക്ലെക്സ് പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ ഇപ്പം ഇതൊക്കെ കുറവാണ്, പോയിന്റ്സ് ഒക്കെ കൂട്ടാൻ വേണ്ടി ഇന്റർനാഷണൽ മീൻസ് എന്തെങ്കിലും അക്സെപ്റ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കാൻ. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് അവൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞു ഇത് മീൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു രീതിയിൽ. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവരെനിക്കൊന്ന് AIP പ്രോഗ്രാം ത്രൂ ആണെന്ന് തോന്നുന്നു കൊടുത്തേക്കുന്നത്. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ പ്രോഗ്രാംസിനെ പറ്റി ഇപ്പോൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്കറിയില്ല ഇതിൻ്റെ ഇപ്പം എങ്ങനെയാണ് ഇൻ്റർവ്യൂസ് വരുന്നുണ്ടോ, നടക്കുന്നുണ്ടോ, ഹയറിംഗ് ഉണ്ടോ എന്നൊന്നും കാര്യമായിട്ട് അറിയത്തില്ല. പക്ഷേ എനിക്കറിയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഹയറിംഗ് നടക്കുന്നില്ല. ഇവിടെയുള്ള ഒത്തിരി പേര് ജോലി പോയവരുണ്ട്, ജോലിക്ക് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്ത് കിട്ടിയവരുണ്ട്. ഈവൻ പാർട്ട് ടൈം ജോലി തന്നെ കിട്ടാൻ എനിക്ക് തോന്നുന്നു ഒരു 6 months ഒക്കെ വെയിറ്റ് ചെയ്ത നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. എനിക്ക് ഒത്തിരി ക്ലോസ് ആയിട്ട് അറിയുന്ന ആൾക്കാരാണ്. അപ്പം അവർ ട്രൈ ചെയ്തതാണ്, പക്ഷേ ഓപ്പണിങ് വരാത്തത് കൊണ്ട് കിട്ടാത്ത ആൾക്കാർ, മീൻസ് എൻക്ലെക്സും ലൈസൻസും എല്ലാം ഉണ്ടായിട്ട്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെയാണ് സിറ്റുവേഷൻ. അപ്പം നാട്ടിൽ നമ്മളിപ്പോൾ നിൽക്കുവാണെങ്കിൽ എന്താ പറയുക, സ്കിൽ വർക്കിങ്ങിന് നാട്ടിൽ തന്നെ കിട്ടുവാണെങ്കിൽ കയറുക, വെറുതെ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടി. അപ്പം ഇതാണ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം, ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെയൊക്കെ ആലോചിക്കുക.
പിന്നെ രണ്ടാമത് ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയത്, നമ്മളിപ്പോൾ ലൈസൻസിന് വേണ്ടി നമ്മൾ ഇത് ചെയ്യുമല്ലോ, അപ്പം മാക്സിമം നമ്മൾ അക്യുറേറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് ക്രോസ് ചെക്കിങ് നടക്കുന്നുണ്ട്. അത് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ബേസ്ഡ് എന്നാണ് പറഞ്ഞത്. അപ്പം അറിയില്ല അതിപ്പം നമ്മൾ ഇന്ത്യൻസിനെ ബേസ്ഡ് ആണോ എന്ന്. കാരണം നമ്മളാണല്ലോ കൂടുതലും പുറത്തുനിന്ന് വരുന്നവരും, എന്താ പറയുക, നമുക്കാണ് കൂടുതൽ പ്രീവിയസ് എക്സ്പീരിയൻസും കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്ത് കാണിക്കാനുള്ളത്. അപ്പം നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പം നമ്മുടെ ഡോക്യുമെന്റ്സ്, എന്താ പറയുക, നമ്മൾ ഫോൾസ് ആയിട്ടുള്ളതൊന്നും ചെയ്യാതിരിക്കുക. കാരണം എങ്ങാനും ഇവർ നമ്മളെ ഏതെങ്കിലും രീതിയിൽ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫയല് കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമേ പോകും. കാരണം പിന്നെ നമുക്ക് ലൈസൻസ് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പം ഹോണസ്റ്റ് ആയിരിക്കുക. അതൊരു വലിയ കാര്യം കേട്ടോ. അതൊക്കെ ഇപ്പോഴാട്ടോ ഇത്രയും ചെയ്ത് തുടങ്ങുന്നത്. കാരണം ഈ മുന്നേ ആണെങ്കിൽ കണ്ടീഷനിങ് ലൈസൻസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വന്ന് ഒത്തിരി പേർക്ക് ലൈസൻസ് കിട്ടി. അപ്പം ആ ഒരു ഇതിൽ എനിക്ക് തോന്നി ഇവർ കൂടുതലായിട്ട് ചെക്കിംഗ് ഒന്നും ചെയ്തില്ല. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പം എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഡൗട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഈവൻ ഫ്രം അവർ പെർഫോമൻസ് അവർക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാനും നമ്മുടെ ലൈസൻസ് വേണമെങ്കിൽ എടുത്ത് കളയാനും ഒക്കെയുള്ള ഇത് അവർക്കുണ്ട്. നമ്മുടെ ലൈസൻസിങ് ബോഡി അത് ഓരോ പ്രൊവിൻസ് ടു പ്രൊവിൻസ് ഡിപ്പെൻസ് ആട്ടോ. ഇങ്ങനെയൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പം അതും ജസ്റ്റ് ഒന്ന് ഞാൻ പറയുവാണേ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ബേസിക്കലി ഞാൻ ഈ വീഡിയോയിൽ ശരിക്കും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ക്ലിയർ ആയിട്ട് എത്തിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സമയം വൈകിയതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ നിർത്തുക കേട്ടോ. എന്തെങ്കിലും ഇത് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഇടുക. കാരണം ഇപ്പം കമൻറ്റിൽ നമുക്ക് ഓഡിയോ ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അപ്പം നല്ല എളുപ്പമാണ്. കാരണം ഇവിടെ ജൊഹാൻ ഉണ്ടല്ലോ, അവനിപ്പോൾ 3 വയസ്സായി. അതുകൊണ്ട് വീഡിയോയിൽ കമൻറ്റ് ടൈപ്പ് ചെയ്തൊന്നും എടുക്കാനുള്ള സമയം കിട്ടത്തില്ല. ഓഡിയോ ആകുമ്പോൾ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.